Hello friends, welcome to our channel. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ അമേരിക്കൻ എക്സ്പ്രസ് ക്രെഡിറ്റ് കാർഡിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുറച്ച് ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് തന്നെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് വെച്ചാൽ എൻ്റെ രണ്ട് അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകളുണ്ട്. ഇതാണ് രണ്ടെണ്ണത്തിൻ്റെയും ഫ്രണ്ടിലാണ് നമ്പേഴ്സ് സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇതിൽ അമേരിക്കൻ എക്സ്പ്രസിൻ്റെ സ്മാർട്ട് ഏൺ കാർഡും ഉണ്ട്, മെമ്പർഷിപ്പ് റിവാർഡ് കാർഡും ഉണ്ട്. അപ്പം സ്മാർട്ട് ഏൺ കാർഡ് എന്ന് പറയുന്നത് ഒരു ബേസിക് എൻട്രി ലെവൽ കാർഡാണ്, 499 രൂപ പ്ലസ് GST വരുന്നത്. മെമ്പർഷിപ്പ് റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് ജോയിൻ ഫീസ് വരുന്ന 1000 രൂപ പ്ലസ് GSTയും ആനുവൽ ഫീസ് വരുന്നത് 4500 രൂപ പ്ലസ് GST ആണ്. അപ്പോൾ രണ്ട് കാറ്റഗറിയിൽ വരുന്ന ഒരു കാർഡെന്ന് വേണമെങ്കിൽ പറയാം. രണ്ടെണ്ണത്തിനും റിവാർഡ് റേറ്റ് സംഭവങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാൻ റിവാർഡ് റേറ്റ് സംഭവങ്ങളൊന്നും പോകുന്നില്ല. അത്യാവശ്യം നമുക്ക് ആമസോണിൽ ഫ്ലിപ്കാർട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ ഇതിൽ 10x റിവാർഡ് പോയിന്റ് അങ്ങനത്തെ കുറേ ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മളിന്ന് പറയാൻ പോകുന്നത് അമേരിക്കൻ എക്സ്പ്രസ് കാർഡുകളുടെ പ്രത്യേകതകളാണ്, അതായത് ബെനിഫിറ്റ്സുകളാണ്. അല്ല, ആദ്യത്തെ പോയിന്റ് നമ്മൾ പറയാൻ പോകുന്നത് കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. ഒരു രക്ഷയില്ലാത്ത കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് ചാറ്റ് സപ്പോർട്ട് ഉണ്ട്. ഞാൻ റീസെന്റ് ഇപ്പോൾ നമ്മൾ എൻ്റെ ഒരു ആധാർ കാർഡിൻ്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എൻ്റെ ആധാർ കാർഡിൽ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ, അതായത് മെയിൻ എൻ്റെ നമ്പർ ഈ സിം ആയിരുന്നു, അത് തന്നെ ഡിലീറ്റ് ആയി പോയി. ഞാൻ ആധാർ കാർഡ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അതെങ്ങനെ ഞാൻ എടുത്തതെന്നൊക്കെ നമ്മൾ സെപ്പറേറ്റ് വേറെ മേടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഓൾമോസ്റ്റ് ഒരു 1 വീക്ക് എനിക്ക് എൻ്റെ പ്രൈമറി സിം കാർഡ് ഉണ്ടായിരുന്നില്ല, സിം നമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ സാധനത്തിൻ്റെ നിങ്ങൾക്കറിയായിരിക്കും, നമ്മൾ എൻ്റെ എല്ലാ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് കാർഡ് എല്ലാം നമുക്ക് ആ പ്രൈമറി നമ്പർ ആയിരുന്നു. അപ്പോൾ അത് മാറ്റണമല്ലോ, അല്ലാണ്ട് വേറെ രക്ഷയില്ല, നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇതുപോലെ കുറച്ച് ബാങ്കുകളിലൊക്കെ മാറ്റിയിട്ടായിരുന്നു, കുറച്ച് പാട് വിട്ടു. പക്ഷേ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൻ്റെ മാറ്റാൻ എനിക്ക് 5 മിനിറ്റ് പോലും എടുത്തില്ല. ശരിക്കും ഇവരുടെ കസ്റ്റമർ കെയറിന് ഒരു സല്യൂട്ട് തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ കൊടുക്കണം. ചാറ്റിസ്കോടെ നമ്മൾ നമ്പർ മാറ്റി, അതാണ് പ്രത്യേകത. നമ്മുടെ ഇതിൻ്റെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ, ഞാൻ ആപ്പ് ഇതിൽ കാണാമെന്ന് അറിയില്ല, ഞാൻ എൻ്റെ ഇതിൽ എന്താ പറയുക ചാർജിങ് വെച്ചൊക്കെയാണ്, ഒന്ന് കാണിച്ചു തരാം. ഇത് കാണുമെന്ന് എനിക്ക് കറക്റ്റ് ക്ലിയർ ആയിട്ട് അറിയില്ല. ഓപ്പൺ ആവട്ടെ. അതാ, നിങ്ങൾക്കിതിപ്പോൾ ഇങ്ങനെ കാണണ്ടായിരിക്കും. ഇപ്പോൾ എൻ്റെ ഒരു കാർഡിൻ്റെ ബില്ല് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹോം പേജ് ഇൻ്റർഫേസ്. നിങ്ങൾക്ക് ഇതിന് മുകളിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചാറ്റിൻ്റെ സിമ്പിൾ കാണാം, കണ്ടു. അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് കണ്ടു ചാറ്റ് വിത്ത് അസ്, ആ ഓപ്ഷനിൽ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കാർഡാണ് നിങ്ങളുള്ള സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നമ്മുടെ ആമസോൺ ചാറ്റ് ഇല്ലേ അതുപോലെ തന്നെ. പക്ഷേ ഇപ്പോൾ ആമസോൺ ചാറ്റ് വലിയ കാര്യമൊന്നുമില്ല, വലിയ കുറച്ച് കൂതറായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ സാധനം ഒരു രക്ഷയില്ല കേട്ടോ. നമുക്ക് കുറച്ച് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ഒക്കെ അതുകൂടെ തന്നെ ചോദിക്കും. അത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് സംഭവം മതി, എന്ത് പ്രശ്നമാണെങ്കിലും നമുക്ക് ചാറ്റ് ചെയ്യാം. EMI കൺവേർട്ട് ചെയ്യണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ ബില്ല് EMI കൺവേർട്ട് ചെയ്യണോ, അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ മാറ്റണോ, എന്തെങ്കിലും ഇഷ്യൂ ആണ്, എന്തെങ്കിലും സംശയങ്ങളുണ്ടോ, എല്ലാം നമുക്ക് ഈ ചാറ്റിൽ കൂടെ കാണും. അതും നമുക്ക് 1 മിനിറ്റിനുള്ളിൽ നമുക്ക് ഒരു റെസ്പോൺസ് തരും ചെയ്യും. അതൊരു രക്ഷയില്ലാത്ത കസ്റ്റമർ കെയർ സപ്പോർട്ടാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ഇതുവരെ എല്ലാ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാലും ഏറ്റവും ബെസ്റ്റ് കസ്റ്റമർ കെയർ സപ്പോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം അമേരിക്കൻ എക്സ്പ്രസ്. അത് രക്ഷയില്ലാട്ടാ. രണ്ടാമത്തെ പോയിന്റ്, നമുക്ക് EMI കൺവേർഷൻ്റെ ഒരു ഈസിനെസ് ആണ്. അതായത് നമുക്ക് ഡയറക്റ്റ് നമ്മുടെ നോർമലി നമുക്ക് ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡുകളിൽ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് EMI കൺവേർഷൻ നമുക്കൊരു സെക്ഷൻ ഉണ്ട്. പക്ഷേ അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൽ അങ്ങനത്തെ ഒരു സെപ്പറേറ്റ് സെക്ഷൻ ഇല്ല. നമുക്ക് കസ്റ്റമർ കെയർ ചാറ്റ് ചെയ്തിട്ട് തന്നെ സുഖമായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാം. അതും നമുക്ക് ഒരു ട്രാൻസാക്ഷൻ, ഇപ്പോൾ 2500 മുകളിലുള്ള ഒരു ട്രാൻസാക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. അല്ലെങ്കിൽ ടോട്ടൽ ബില്ല് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ ആ ടോട്ടൽ ബില്ലും വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും, നമ്മുടെ വൺ കാർഡിലൊക്കെ ഉള്ള പോലെ തന്നെ. അപ്പോൾ ഈ 2 ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് സുഖമായിട്ട് തന്നെ ചാറ്റ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. നമുക്ക് പ്രോസസ്സിംഗ് ചാർജ് വരുന്നത് 1% ആണെന്ന് തോന്നുന്നുണ്ട്. ഫോർക്ലോസർ ചാർജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക ഇൻട്രസ്റ്റ് റേറ്റ് സംഭവമൊക്കെ ബാക്കിയുള്ള ക്രെഡിറ്റ് കാർഡോ അതൊക്കെ ഡിഫറൻസ് ഒന്നുമില്ല. പക്ഷേ നമുക്ക് 24 മന്ത്സ് വരെ നമുക്ക് EMI കൺവേർട്ട് ചെയ്യാൻ പറ്റും. ടോട്ടൽ ബില്ല് നമുക്ക് സുഖമായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ആ മിനിമം ഡ്യൂ മാത്രം അടച്ചാൽ മതി. ബാക്കി നമുക്ക് വേണമെങ്കിൽ 6 മാസത്തേക്കോ 3 മാസത്തേക്കോ 1 കൊല്ലത്തേക്കോ 2 കൊല്ലത്തേക്കോ വേണമെങ്കിൽ EMI കൺവേർട്ട് ചെയ്യാം. അതും സുഖമായിട്ട് കസ്റ്റമർ കെയർ ത്രൂ കൺവേർട്ട് ചെയ്യാം. അതെനിക്ക് ഏറ്റവും ഒരു ഇഷ്ടപ്പെട്ട ഒരു സംഭവം തന്നെയാണ്. അത് എനിക്ക് എല്ലാ കാർഡുകളിലും ഇല്ല, വൺ കാർഡിലുണ്ട്. വൺ കാർഡിൽ പക്ഷേ നമുക്ക് എപ്പോഴും കിട്ടില്ല ഓഫർ, അതാണ് കുഴപ്പം. ഓഫർ ആണെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതിൽ നമുക്ക് അങ്ങനെയല്ല. ഇതിൽ നമുക്ക് ജനറേറ്റ് ആയി കഴിഞ്ഞാൽ കസ്റ്റമർ കെയറിനെ ഓർഡർ ചെയ്താൽ മതി, നമുക്ക് സുഖമായിട്ട് കൺവേർട്ട് ചെയ്യാം. അതൊരു മെയിൻ ഹൈലൈറ്റ് പോയിന്റ് തന്നെയാണെന്ന് പറയണം. മൂന്നാമത്തെ സംഭവമാണ് ഇവരുടെ റിവാർഡ് പോയിന്റ്. എനിക്ക് ഇവരുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റം അത്യാവശ്യം നല്ലോണം ഇഷ്ടപ്പെട്ടു. നമുക്ക് ഈ റിവാർഡ് പോയിന്റ് കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മുടെ ബില്ല് അടയ്ക്കാം, അല്ലെങ്കിൽ അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് എന്തെങ്കിലും വൗച്ചേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാം. എന്ത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പിന്നെ ചെയ്യാൻ എക്സ്ട്രാ ചാർജ് സംഭവമൊന്നുമില്ല. അതൊരു കിടിലൻ സംഭവം തന്നെയാണ്. ഞാൻ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യുമ്പോൾ നോർമലി കിട്ടുന്ന കാർഡ് 5x 10x റിവാർഡ് പോയിന്റ് ഒക്കെ അത് ഡിപ്പെൻഡ്സ് അപ്പോൺ കാർഡ് നമുക്ക് എക്സ്ട്രാ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ റിവാർഡ് പോയിന്റ് വെച്ച് വേണമെങ്കിൽ നമുക്ക് പർച്ചേസും ചെയ്യാം. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. എനിക്ക് ഇതിൻ്റെ റിവാർഡ് പോയിന്റ് സിസ്റ്റം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാം അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് ഹിറ്റായി തന്നെ അവരുടെ റിവാർഡ് പോയിന്റ് സിസ്റ്റം കൊണ്ട് തന്നെയാണ്. അത് ഇപ്പോഴും ഉണ്ട്, അതൊന്നും പറയാനില്ല, നല്ല കിടലൻ സംഭവം തന്നെയാണ്. അപ്പോൾ ഈ മെയിൻ 3 പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് അമേരിക്കൻ എക്സ്പ്രസ് കാർഡിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങളൊരു അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് എടുക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെക്കമെൻഡഡ് ആണ്.
വൺ റെക്കമെൻഡ് ആണ്. ആകെ ഒരു ഇഷ്യൂ ഉള്ളത് നിങ്ങളുടെ ഓൾറെഡി അത്യാവശ്യം ക്രെഡിറ്റ് കാർഡ് യൂസേഴ്സ് ആണെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. ഇപ്പോൾ പുതിയ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ആദ്യത്തെ ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കിട്ടില്ല. എന്ന് വെച്ചാൽ അമേരിക്കൻ MX കിട്ടാൻ കുറച്ച് പാടാണ്. പിന്നെ ഒരു കോൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാ സ്ഥലത്തും ഈ സാധനം ഓഫ്ലൈനായിട്ട് അക്സെപ്റ്റഡ് അല്ല, അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. പിന്നെ നമുക്കിത് കിട്ടണമെങ്കിൽ നമ്മുടെ പിൻകോഡ് സർവീസബിൾ ആയിരിക്കണം. നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം സർവീസ് കുറവാണ്. നമുക്കിപ്പോൾ എറണാകുളത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ എൻ്റെ വീട് തൃശ്ശൂർ, എനിക്ക് തൃശ്ശൂർ സർവീസബിൾ ആണ്. ഇപ്പോൾ ട്രിവാൻഡ്രത്തും സർവീസബിൾ ആണെന്ന് കേട്ടു. കോഴിക്കോടും മെയിൻ ഏരിയസിലൊക്കെ സർവീസബിൾ ആണെന്ന് കേട്ടു കേട്ടോ. കോട്ടയത്ത് എനിക്ക് ഉറപ്പില്ല, മെയിൻ ടൗൺ ഏരിയസിലും സർവീസബിൾ ആണെന്ന് കേട്ടത്. കുറച്ച് പേർക്ക് കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ മെയിൻ സിറ്റീസിലൊക്കെ നമുക്ക് മെയിൻ പിൻകോഡിലൊക്കെ സർവീസബിൾ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് അനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഞാൻ എന്തായാലും അപ്ലൈ ചെയ്യാനുള്ള നമ്മുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ എന്തായാലും റെക്കമെൻഡ് ചെയ്യുന്ന കാർഡ് നമ്മുടെ മെമ്പർഷിപ്പ് റിവാർഡ് കാർഡ് തന്നെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് പോയിന്റ് സിസ്റ്റം കുറച്ചുകൂടി ബെറ്റർ ആണ്. നമുക്ക് ഇനീഷ്യലായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇയർ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ഇയർ ആദ്യം എടുക്കുമ്പോൾ ജോയിൻ ഫീസും പറഞ്ഞല്ലോ 1000 രൂപയാണ്. നിങ്ങൾക്ക് 1000 രൂപ പ്ലസ് GST ആണ്. നിങ്ങൾക്ക് വേണ്ടി ആണെങ്കിൽ 1 ഇയർ ആയിട്ട് മുമ്പ് അത് ക്യാൻസൽ ചെയ്തിട്ട് അല്ലെങ്കിൽ ഡൗൺഗ്രേഡ് ചെയ്തിട്ട് സ്മാർട്ട് കാർഡ് കാർഡിലേക്ക് മാറാൻ പറ്റും. സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് അവരുടെ ബേസിക് കാർഡാണ്, ഇങ്ങനത്തെ ഒരു കാർഡാണ്. അപ്പം എനിക്ക് പക്ഷേ പേഴ്സണലി എനിക്ക് ലുക്ക് ഈ കാർഡിനെ ഇഷ്ടപ്പെട്ടത്. ബ്ലൂ കളർ നല്ല ഭംഗിയുണ്ട്. ഇത് ആക്ച്വലി ഒരു ചന്ദന കളർ പോലെയാണ്. അപ്പോൾ ഇത് കാണാനൊക്കെ അമേരിക്കൻ എക്സ്പ്രസ് കാർഡ് കാണുന്ന തന്നെ കുറച്ച് പാടാൻ കണ്ടു. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. ബാക്കി ഇഷ്യൂകളൊന്നുമില്ല. ഞാൻ മെയിൻലി അമേരിക്കൻ എക്സ്പ്രസ് MS കാർഡ് ഓൺലൈനാണ് ഉപയോഗിക്കാറ് കേട്ടോ. പ്രത്യേകിച്ച് ആമസോൺ, ഫ്ലിപ്കാർട്ട് ഞാൻ ഉപയോഗിക്കാറില്ല, റെയറാണ്. എന്നാലും വല്ലപ്പോഴും ഡ്രസ്സൊക്കെ നോക്കുകയാണെങ്കിൽ മാത്രം ഈ സാധനം ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ നമുക്ക് അതുകൂടെ പർച്ചേസ് ചെയ്യുമ്പോൾ പോയിന്റ്സ് കൂടുതലുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വന്നപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡ് അപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയങ്ങളിലേക്ക് എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ നമ്മുടെ 2 ചാനൽ കാണാത്തവർ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടാ. നമ്മുടെ പുതിയ ചാനലായി JHH വേൾഡ് കാണാത്തവർ പോയി കണ്ടുനോക്കുക. നമ്മളതിൽ ടെക്നിക്കൽ ന്യൂസ്, മൂവി ന്യൂസ്, ഫൈനാൻഷ്യൽ ന്യൂസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇൻഫോർമേറ്റീവ് ആവും, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് വിളിക്കുന്നത് ഷെയർ ചെയ്യാം. അടുത്ത കാണാം. ബൈ.